ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പ്രോസസ് കോസ്റ്റിങ്ങിൽ വരുന്ന ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? പ്രോസസ് കോസ്റ്റിങ്ങിൽ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ പോകുന്ന, അതായത് ഓരോ പ്രോസസ്സിലും വരുന്ന കോസ്റ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഒരു പ്രോസസ്സിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് ഉണ്ടാകും, വേജസ്, എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ അതിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, അവിടെ എത്ര വേസ്റ്റേജ് വരുന്നുണ്ട്, സ്ക്രാപ്പ് വരുന്നുണ്ട്, അത് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നോർമൽ ലോസ് വരാം, അബ്നോർമൽ ലോസ് വരാം, അബ്നോർമൽ ഗെയിൻ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ കേസിലൊന്നും നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല? ഇൻകംപ്ലീറ്റ് യൂണിറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ കംപ്ലീറ്റഡ് യൂണിറ്റ്സിനെ മാത്രം നമ്മൾ ടേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്. അവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചില എന്താ പറയുക, റോ മെറ്റീരിയൽസ് ചിലപ്പോൾ അവിടെ ബാക്കി വരാൻ ഉള്ള ചാൻസ് ഉണ്ട് അല്ലേ? അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ അതവിടെ ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാകും അല്ലേ? അങ്ങനെ ഉള്ള കേസുകളുണ്ട്. അതൊന്നും നമ്മൾ ഇതുവരെ എന്ത് ചെയ്തില്ല. നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെയൊന്നും ട്രീറ്റ് ചെയ്തിട്ടില്ല. എല്ലാ ഇൻപുട്ട് യൂണിറ്റുകളും എപ്പോഴും എന്താവണമെന്നില്ല, ഫിനിഷ്ഡ് ഗുഡ്സ് ആവണമെന്നില്ല. പകുതിയോ അല്ലെങ്കിൽ ഒരു കാൽഭാഗമൊക്കെ ചിലപ്പോൾ അവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന ഇൻകംപ്ലീറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. കാരണം വർക്ക് അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതിനെ നമ്മൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് അടുത്ത പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ഈ ഒരു വർക്കിംഗ് പ്രോഗ്രസ്സിൽ എത്രയാണോ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത് അതിനെ നമ്മൾ ഇക്വവാലൻ്റ് ആയിട്ട് കംപ്ലീറ്റഡ് യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ആ ഒരു കേസിൽ നമ്മൾ പഠിക്കുന്നത് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനാണ്. എങ്ങനെയാണ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻകംപ്ലീറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിന് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കോസ്റ്റ് പ്രോസസ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ നോക്കുന്നത്, നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്ന് പറയുന്നത് എല്ലാ ഇൻപുട്ട് യൂണിറ്റുകളും എന്താവുന്നില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവണമെന്നില്ല. അപ്പോൾ ചില കേസിൽ എന്ത് വരാം, അവിടെ ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സ് വരാം. ആ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അസ്യൂംഡ് ദാറ്റ് ഓൾ ദി യൂണിറ്റ്സ് പുട്ട് ഇൻ ടു ദ പ്രോസസ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മൾ എന്താ അതിന് ട്രീറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? എല്ലാം അതിൽ കംപ്ലീറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ക്യാൻ ബി വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, വർക്കിംഗ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? ആക്ച്വൽ കോസ്റ്റിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ്റെ മീനിങ്ങിലേക്ക് വരികയാണെങ്കിൽ, ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്യാണ് ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സിനെ. അത് തന്നെയല്ല ആദ്യം പറഞ്ഞത്, ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സിനെ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ്. ഇക്വിവാലൻ്റ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ് ആണ്. അതായത് കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ ഇക്വിവാലൻ്റ് ആയിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് വേറൊരു പേര് കൂടി പറയുന്നുണ്ട്, എഫക്റ്റീവ് പ്രൊഡക്ഷൻ എന്നും പറയുന്നുണ്ട്. എഫക്റ്റീവ് പ്രൊഡക്ഷൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണാം. യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്? 1000 യൂണിറ്റ് ആണ് അല്ലേ? അറ്റ് ദ എൻഡ് കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 800 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്? 1000 യൂണിറ്റ് ആണ്. നമ്മൾ അതിൻ്റെ എൻഡ്, അതായത് ആ ഒരു പ്രോസസ്സ് കഴിയാനായപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് എത്രയാണ്? 800 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1000 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ചെയ്തത് 800 ആണ്. അപ്പോൾ ബാക്കി വരുന്ന 200 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ആണ്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറയാമെന്ന് വിചാരിച്ചോ, 60% വർക്ക് ഹാസ് ബീൻ ഡൺ. അതായത് 200 യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ആണ്. അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ കൂടി അതിൽ 60% എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള 40% ഇനിയും എന്ത് ചെയ്യാനുള്ളത്, കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതായത് 200 യൂണിറ്റ്, 800 യൂണിറ്റ് ഫുൾ കംപ്ലീറ്റഡ് ആണ്. 800 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫുൾ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്? 200 യൂണിറ്റ് ഇൻകംപ്ലീറ്റ് ആണ്. ഈ 200 യൂണിറ്റിലും എന്തുണ്ട്? കംപ്ലീറ്റ് ചെയ്തത്
ചെയ്തതും, അതായത് ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തതും അതുപോലെ തന്നെ 40% കംപ്ലീറ്റ് ചെയ്യാത്ത ഇൻകംപ്ലീറ്റും ഉണ്ട്. അത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുത്തതാണ്. അപ്പോൾ 60% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ 60%ത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കംപ്ലീറ്റഡ് യൂണിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നോക്കുക, ഓൾറെഡി നമ്മളെ കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണ്, 800 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ 200 എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ആയിരുന്നു. ഇൻകംപ്ലീറ്റ് യൂണിറ്റിലും 60% എന്തായിട്ടുണ്ട്, ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 120 കിട്ടും. ഈ 120നും കൂടി ഈ കംപ്ലീറ്റ് ചെയ്ത 800ൻ്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് 920 യൂണിറ്റാണ് ടോട്ടൽ ഔട്ട്പുട്ടായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ ഒരു ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റീവ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്സ് മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസർട്ടൈൻ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ നമ്മളൊരു പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാവുക എന്തായിരിക്കും, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. അങ്ങനെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട് എങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു പെർസെൻറ്റേജ് അല്ലേ, എത്രയാണ് കംപ്ലീറ്റ് ചെയ്തത്, എത്രയാണ് കംപ്ലീറ്റ് ചെയ്യാത്തത്. നമ്മൾ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടത് ഏതാണ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. എന്തെങ്കിലും വർക്ക് ഇൻ പ്രോഗ്രസ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ ഇക്വിവാലൻ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്രയാണ് ഈ ഒരു എന്താ പറയുക ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം നോക്കുന്നത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് യൂണിറ്റിലുണ്ടാകും അല്ലേ. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിറ്റ്സിലായിരിക്കും ഉണ്ടാവുക. ഇൻടു പെർസെൻറ്റേജ് ഓഫ് വർക്ക് നീഡഡ് ടു കംപ്ലീറ്റ്. ശ്രദ്ധിക്കുക, ഇത് പെർസെൻറ്റേജ് വർക്ക് നീഡഡ് ടു കംപ്ലീറ്റ്. നീഡഡ് ടു കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ തരികയാണ് 40% അവിടെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ, 40% വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി 60% എന്ന് പറയുന്നത് എന്തായിരിക്കും, കംപ്ലീറ്റ് ചെയ്യാനുള്ളതായിരിക്കും. അപ്പോൾ ഈ 60% എന്ന് പറയുന്നതാണ് നീഡഡ് ടു കംപ്ലീറ്റ് എന്ന് പറയുന്നത്. 40% കംപ്ലീറ്റ് ചെയ്തതാണ്, ഈ 60% എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ് ചെയ്യാനുള്ളതായിരിക്കും. അപ്പം നീഡഡ് ടു കംപ്ലീറ്റ് ആണ്. ഇങ്ങനെ ഇൻറ്റു ചെയ്താൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് യൂണിറ്റ്സിനോട് നമ്മൾ ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് വർക്ക് നീഡഡ് ടു കംപ്ലീറ്റ് ചെയ്താൽ അത് ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ആ ഒരു എമൗണ്ടായി. അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് എത്ര യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തത് ആൻഡ് കംപ്ലീറ്റഡ് ആണ്. അതായത് ചില കേസിൽ നമുക്ക് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സോ തരും, അതിൻ്റെ കൂടെ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് തരും. ഈ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് എന്തിനോട് നമ്മൾ ആഡ് ചെയ്യണം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനോട് കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ്. അത് ഈ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, യൂണിറ്റ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ചെയ്യണം. അല്ലെങ്കിൽ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ ഏതാണോ നമുക്ക് തന്നിട്ടുള്ളത്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇനി ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ രണ്ടും ചെയ്താലും ഏകദേശം ആൻസർ ഒന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, യൂണിറ്റ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിൽ നിന്ന് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സോ അല്ലെങ്കിൽ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡിൽ നിന്ന് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സോ നിങ്ങൾ മൈനസ് ചെയ്താൽ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് കിട്ടും. ഇതിൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നതിൽ നമ്മൾ ഈ എന്താ പറയുക
ഓൾറെഡി ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും കൂടിയും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മൾ കൺവേർട്ട് ചെയ്തതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതായിരിക്കും ഈ യൂണിറ്റ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ചെയ്താലാണ് കറക്റ്റായിട്ട് നമുക്ക് എത്ര യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് ആണ് ആ ഒരു മെത്തേഡിൽ നിന്ന് മാത്രമായിട്ട് ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ മാത്രമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഈ ഒരു കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനോട് കൂടിയിട്ട് ആഡ് ചെയ്യണം. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനോട് കൂടിയിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാക്കും അല്ലേ? അപ്പോൾ ഈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് മെത്തേഡ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണോ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, ഇവിടെ നീഡഡ് ടു കംപ്ലീറ്റ് അല്ല, എത്ര ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ക്ലോസിംഗ് ആവുന്ന സമയത്തേക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പെർസെൻറ്റേജിനോട് കൂടിയിട്ട് ഈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഈ തൊട്ട് മുകളിലുള്ള രണ്ട് മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനോട് കൂടിയിട്ട് ആഡ് ചെയ്യാം. ഇങ്ങനെ 3 മെത്തേഡിലും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 1, 2, 3 എന്ന് പറയുന്ന സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാണ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ, അതുപോലെ തന്നെ ലേബർ, അതുപോലെ തന്നെ ഓവർ ഹെഡിൻ്റെത് ഒരുമിച്ചായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി ഓരോന്നിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് അല്ലേ? കോസ്റ്റ് പെർ എലമെൻറ്റ് വൈസ് യൂണിറ്റ്, അതായത് ഓരോ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർ ഹെഡിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനും കണ്ടുപിടിക്കണം. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റിനെ എന്താണ്? ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. സാധാരണ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എത്രയാണോ മെറ്റീരിയൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യലേ ചെയ്യുക. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കാണുന്നത് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റിനെ മെറ്റീരിയൽ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് അതിൽ നമ്മൾ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് മെറ്റീരിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ലേബർ കോസ്റ്റ് ആണെങ്കിൽ സെയിം ലേബർ കോസ്റ്റിനെ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ലേബർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓവർഹെഡ് കോസ്റ്റിനെ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓവർഹെഡ് കൊണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് കാണുന്നത് ഓരോന്നിൻ്റെയും. ദെൻ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ തന്നെ ഫിനിഷ്ഡ് യൂണിറ്റ് എത്ര ഉണ്ട്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഇതിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ ഒന്ന് പറഞ്ഞത് ഏതായിരുന്നു? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എലമെൻറ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ഇക്വിവാലൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും, ഇപ്പോൾ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അപ്പോർഷൻമെൻ്റ് ആണ്. ആ ടോട്ടൽ ആ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ. ഇനി നമുക്കതിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ ഏപ്രിൽ 2020 ഇത് ഫോളോയിങ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോസസ് 1. അപ്പോൾ പ്രോസസ് 1ൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 10,000 യൂണിറ്റ് ആണ്, 60% അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. യൂണിറ്റ് ബ്രോഡ് ഇൻ ദ പ്രോസസ് 50,000, ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് 40,000 യൂണിറ്റ് കംപ്ലീറ്റഡ് ആണ്. അത് അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 40,000 യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആണ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 20,000 യൂണിറ്റ്സ് 75% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ തന്നെ എത്ര കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 75% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാൽക്കുലേറ്റ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടെ
ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 10,000 ആണ് അല്ലേ, 10,000 യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ 60% കംപ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? കാൽക്കുലേറ്റ് ഇക്വവാലൻറ്റ് പ്രൊഡക്ഷൻ മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ 10,000 യൂണിറ്റ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് 10,000 യൂണിറ്റ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. 60% കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഇൻ ടു വർക്ക് നീഡഡ് ടു കംപ്ലീറ്റ്, എത്ര കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ്സ് അല്ല, പെർസെൻറ്റേജ് അല്ല എടുക്കേണ്ടത്, എത്രയാണ് നീഡഡ് ടു കംപ്ലീറ്റ് അല്ലേ. അപ്പോൾ 60% കംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ബാക്കി നീഡഡ് ടു കംപ്ലീറ്റ് എത്രയായിരിക്കും? 40%. അതുകൊണ്ടാണ് ഇവിടെ 40% എടുത്തു. അപ്പോൾ 4,000 യൂണിറ്റ്സ് നമുക്ക് തന്നു. അതായത് 10,000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതായത് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്, അതിൽ 60% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീഡഡ് ടു കംപ്ലീറ്റ് ചെയ്യാനുള്ള യൂണിറ്റ്, അതായത് അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40% ആണ്. സോ നമ്മളുടെ യൂണിറ്റ് വരുന്നത് 4,000 ആണ്. അടുത്തത് അതിനോടുകൂടി നമ്മൾ ഏത് ആഡ് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതിൽ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് ബ്രോട്ട് ഇൻ ദ പ്രോസസ് അല്ലേ. യൂണിറ്റ് ബ്രോട്ട് ഇൻ ദ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 50,000 തന്നിട്ടുണ്ട് അല്ലേ. ആ 50,000 തന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് 40,000 യൂണിറ്റ് ആണ് അത് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 20,000 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഈ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നെങ്കിൽ 40,000. ഈ 40,000 എവിടെ നിന്നാണ് വന്നത്? 40,000 എന്ന് പറയുന്നത് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്, അതായത് കംപ്ലീറ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള 10,000 മൈനസ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തതിൽ നിന്ന് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് 10,000 അല്ലേ തന്നിട്ടുള്ളത്, ആ 10,000 മൈനസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്? 50,000 ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ് തന്നിട്ടുള്ളത്? 20,000. ഇതിൽ ഏത് ചെയ്താലും നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 30,000 ആയിരിക്കും. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആ 30,000 കിട്ടി. ഇനി ലാസ്റ്റ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. അപ്പോൾ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? എത്രയാണോ കംപ്ലീറ്റ് ചെയ്തത് അതാണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 75% കംപ്ലീറ്റഡ് എന്നാണ് പറഞ്ഞത്. 20,000 യൂണിറ്റിൽ 75% കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഈ കംപ്ലീറ്റഡ് ചെയ്തത് ചെയ്യുമ്പോൾ നമുക്ക് 15,000 കിട്ടും. അപ്പോൾ ടോട്ടൽ ഈ നമുക്ക് കിട്ടിയ 1, 2, 3 സ്റ്റെപ്പൊന്നും കൂടി ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടലായിട്ട് 49,000 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.